ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ചാൾസ് ഡാർവിൻ്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണ്. ഇത് പല പ്രാവശ്യം SSLCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താണ് പാരമ്പര്യവും വ്യതിയാനവും എന്ന് നോക്കാം. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക്, ഓഫ്സ്പ്രിങ്സിലേക്ക്, ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ്, മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് അതേപോലെ വരുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ പാരമ്പര്യം എന്ന് പറയും. വ്യതിയാനം എന്ന് പറഞ്ഞാൽ ജീവികളിൽ സംഭവിക്കുന്ന മാറ്റം, ജീവിതകാലം കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യതിയാനങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ളതാവാം, പ്രതികൂലമായിട്ടുള്ളതാവാം. ചിലത് നമുക്ക് ജീൻസിന് ഉണ്ടായ കേടുകൾ, അതായത് ഇപ്പം മാതാപിതാക്കൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാതെ നേരത്തെ തന്നെ എക്സർസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ജീൻസിന് അതിൻ്റെതായ വ്യത്യാസം വരും. അപ്പോൾ അതൊരു അനുകൂലമായ വ്യതിയാനമാണ്. ഇനി പ്രതികൂലമായ വ്യതിയാനങ്ങൾ, എന്തെങ്കിലും കെമിക്കൽ എക്സ്പോഷർ, കെമിക്കലുകൾ കൊണ്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടോ ഒക്കെ നമ്മുടെ ജീൻസിൽ ഉണ്ടാകുന്ന പ്രതികൂലമായ അല്ലെങ്കിൽ ഡാമേജിങ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. അങ്ങനെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആകാം. അപ്പോൾ ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അനുസരിച്ച് അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ, നമുക്ക് ഈ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം ഉണ്ടാകും. അപ്പോൾ ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അനുകൂലമായ വ്യതിയാനങ്ങൾ ഉള്ള ജീവികൾ മാത്രം എന്ത് ചെയ്യും, നമ്മുടെ ഈ മത്സരത്തിൽ അതിജീവിക്കും. ഇപ്പോൾ നമ്മൾ എക്സാംസ് നടത്തുന്നു, നല്ലവണ്ണം പഠിച്ചവർ മാത്രം എന്ത് ചെയ്യും, അത് പാസ്സായി പോകും. അതേപോലെ അനുകൂലമായ വ്യതിയാനങ്ങളുള്ള ജീവികൾ എന്ത് ചെയ്യും, ഈ മത്സരത്തിൽ അതിജീവിക്കും. ഈ അതിജീവനത്തെ പ്രകൃതിയുടെ ഒരു തിരഞ്ഞെടുപ്പായി കാണാം. അനുകൂല വ്യതിയാനങ്ങൾ അവർക്കുണ്ട്, അവരത് അതിജീവിച്ചു. അപ്പോൾ പ്രകൃതി അതിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് കണക്കാക്കാം. ഇതിനെയാണ് പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്. അപ്പോൾ അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ മത്സരത്തെ അതിജീവിക്കുന്നു. ഈ അതിജീവനത്തെ പ്രകൃതിയുടെ തിരഞ്ഞെടുപ്പായി കാണാം. ഇതാണ് പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്. ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്നത് ചാൾസ് ഡാർവിൻ ആണ്. പല പ്രാവശ്യം SSLCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്ന് മാച്ച് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്നത് ഡാർവിനാണ്. നന്ദി, നമസ്കാരം.